ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ടോക്കിയോ പാരലിമ്പിക്സ് ആണ്. അപ്പോൾ നമ്മുടെ പ്രിലിംസ് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ഞാൻ ഓരോ ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ ഒരു 3 വീഡിയോ ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി 4 വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഒളിമ്പിക്സാണ് പാരലിമ്പിക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാരലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻഡ്രൂ പാർസൺസ് ആണ്. ആരാണ്? ആൻഡ്രൂ പാർസൺസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, ഈ അംഗവൈകല്യം എന്നൊക്കെ പറയുമ്പോൾ ഹാൻഡിനാണ് അംഗവൈകല്യം, അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ. ഹാൻഡ് ആൻഡ് ആൻഡ്രൂ പാർസൺസ്. അപ്പോൾ പാരലിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻഡ്രൂ പാർസൺസ് ആണ്. അതേപോലെ തന്നെ 16ാമത്തെ പാരലിമ്പിക്സ് ആണ് 2020 നടന്നിട്ടുള്ളത് കേട്ടോ. അതും കൂടെ ഓർത്ത് വയ്ക്കണേ, 16ാമത്തെ. മോട്ടോ, നമ്മുടെ പാരലിമ്പിക്സിൻ്റെ മോട്ടോ ചോദിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ബൈ ഇമോഷൻ ആണ്. എന്താണ്? യുണൈറ്റഡ് ബൈ ഇമോഷൻ. പാരലിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം സൊമേറ്റി ആണ്. ഞാൻ ഇവിടെ ഫോട്ടോ കയറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ഭാഗ്യചിഹ്നം? സൊമേറ്റി. അതേപോലെ തന്നെ പാരലിമ്പിക്സിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ്. 96 സ്വർണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. 2ാം സ്ഥാനം ബ്രിട്ടൻ, 3ാം സ്ഥാനം US. ഒന്ന് ഓർത്ത് വയ്ക്കണം, 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ബ്രിട്ടൻ, 3ാം സ്ഥാനം US. ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള പാരലിമ്പിക്സ് ഇപ്രാവശ്യത്തെ പാരലിമ്പിക്സ്. ഇന്ത്യക്ക് 19 മെഡലാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള പാരലിമ്പിക്സിൽ. സ്വർണം 5 എണ്ണം, വെള്ളി 8, വെങ്കലം 6. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 19 മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 24ാമത്തെ സ്ഥാനമാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് തേക്ക് ചന്ദ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് തേക്ക് ചന്ദ് ആണ്. അതേപോലെ തന്നെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ച ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആവ്നി ലഖേര. ആരാണ്? ആവ്നി ലഖേരയാണ് സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത്. അപ്പം മാരിയപ്പൻ തങ്കവേലു ആയിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് പിന്മാറിയതാണ്. അടുത്ത് നമുക്ക് ഇന്ത്യയുടെ മെഡൽ നേട്ടം നോക്കാം. ഇന്ത്യക്ക് 5 സ്വർണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് വേഗം നോക്കാം, എന്നിട്ട് നമുക്ക് കോഡ് വെച്ച് സെറ്റാക്കാം. ആവ്നി ലഖേര, സുമിത് ആൻഡിൽ, മനീഷ് നർവാൽ, പ്രമോദ് ഭഗത്, കൃഷ്ണ നാഗർ. ഇവർക്കാണ് 5 സ്വർണം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആവ്നി ലഖേരയ്ക്ക് ഗോൾഡും അതുപോലെ തന്നെ ബ്രോൺസും കിട്ടിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷൂട്ടിംഗ് ആണ് ഇവൻറ്റ്. ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ, അവനെ ഷൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അവനെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈവൻറ്റുമായിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സ്വർണവും ബ്രോൺസും കിട്ടിയിരുന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. അടുത്തത് സുമിത് ആൻഡിലാണ്. ജാവലിൻ ത്രോയാണ് ഇവൻറ്റ്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ജാവലിൻ ത്രോ ഒക്കെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എറിയുകയാണെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 45 ഡിഗ്രിയിലൊക്കെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആൻഡിൽ. ഓക്കെ, സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ ആണ്, ഗോൾഡ് ആണ് കേട്ടോ. പിന്നെ മനീഷ് നർവാൽ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ മനുഷ്യനാണ് ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. മനീഷ് നർവാലിന് സ്വർണം കിട്ടിയിട്ടുള്ളത് ഷൂട്ടിംഗ് ആണ് ഇവൻറ്റ്. അതേപോലെ തന്നെ പ്രമോദ് ഭഗതും കൃഷ്ണ നാഗർ രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ളത് ബാഡ്മിൻ്റൺ ആണ്. അപ്പോൾ ഭഗത് എന്ന് പറയുമ്പോൾ വെച്ചിട്ട് തന്നെ ബാഡ്മിൻ്റൺ കേട്ടോ. അപ്പോൾ പ്രമോദ് ഭഗതും കൃഷ്ണ നാഗർ ബാഡ്മിൻ്റൺ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേരുകളൊന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നോളൂ. 5 ഗോൾഡാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? ആവ്നി ലഖേര, സുമിത് ആൻഡിൽ, മനീഷ് നർവാൽ, പ്രമോദ് ഭഗത്, കൃഷ്ണ നാഗർ. മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ വെള്ളി കിട്ടിയിട്ടുള്ളത് 8 പേർക്കാണ്. അപ്പം ഞാൻ ഓരോരുത്തരുടെ പേരും അതിൻ്റെ ഈവൻറ്റും വെച്ച് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, പ്രവീൺ കുമാർ ഹൈ ജമ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമ്മൾ ഈ ഹൈ ജമ്പൊക്കെ ചാടുന്ന സമയത്ത് നല്ല ഉയരത്തിലൊക്കെ ചാടണ്ടേ. അപ്പോൾ മിക്കവാറും ആ ഒരു വടി വീണ് പോകും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ പ്രവീൺ കുമാർ. അടുത്തത് ദേവേന്ദ്ര ജജാരിയ. ജാവലിൻ ത്രോ ആണ്. അപ്പോൾ വെച്ചിട്ട് തന്നെ ജജാരിയ ജാവലിൻ ത്രോ. അടുത്തത് ഭവീന പട്ടേലാണ്. ടേബിൾ ടെന്നീസ് ആണ്. ഭവീന പട്ടേൽ ടേബിൾ ടെന്നീസ്. അപ്പോൾ നമ്മൾ ഈ ടേബിളൊക്കെ ഉണ്ടാക്കുന്നത് പട്ട വെച്ചിട്ടാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പട്ടേൽ കേട്ടോ. ഭവീന പട്ടേൽ ടേബിൾ ടെന്നീസ്. അടുത്തത് നിഷാദ് കുമാറാണ്. ഹൈ ജമ്പാണ്. അപ്പോൾ നിഷാദ് എന്ന് പറയുമ്പോൾ വിഷാദ രോഗമൊക്കെ നമുക്ക് എപ്പോഴാണ് വരിക? ഭയങ്കര ഹൈ പ്രഷറൊക്കെ ആകുമ്പോൾ. അങ്ങനെ നമുക്ക് ഹൈ ജമ്പുമായിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അടുത്ത മാരിയപ്പൻ തങ്കവേലു. അതിന് പ്രത്യേകിച്ച് കോട്ടൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഹൈ ജമ്പാണ് ഇവൻറ്റ്. അതേപോലെ തന്നെ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് വെള്ളിയാണെന്ന് ഓർക്കുക കേട്ടോ. അടുത്തത് സുഹാസ് യതിരാജാണ്. ഈവൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ബാഡ്മിൻ്റൺ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ, നമ്മളിങ്ങനെ സുഹാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ സുഖവാസത്തിനായിട്ടൊക്കെ എപ്പോഴും പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബാഡാണെന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ സുഹാസ് യതിരാജ് ബാഡ്മിൻ്റൺ. അടുത്തത് സിംഗ്രാജ് അദാന ഈവൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് ആണ്. അദാന ആനേനെ ഷൂട്ട് ചെയ്യും, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. സിംഗ്രാജ് അദാന ഷൂട്ടിംഗ് ആണ്. അടുത്തത് യോഗേഷ് കദൗനിയ. ഈവൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഡിസ്കസ് ത്രോ.
അപ്പോൾ നമ്മളിങ്ങനെ യോഗ ഒക്കെ കൂടുന്ന സമയത്ത് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ യോഗം കൂടുമ്പോൾ ഡിസ്കസ് ചെയ്യും, ഡിസ്കസ് ത്രോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വേഗം പറയാം. പ്രവീൺ കുമാർ വീണത് ഹൈ ജമ്പ് ചാടിയപ്പോഴാണ്, അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ദേവേന്ദ്ര ജജാരിയ വെച്ചിരുന്ന ജാവലിൻ ത്രോ. ഭവീന പട്ടേൽ പട്ട വെച്ചിട്ട് ടേബിൾ ഉണ്ടാക്കും, ടേബിൾ ടെന്നീസ്. നിഷാദ് കുമാർ ഹൈ ജമ്പ്. മാരിയപ്പൻ തങ്കവേലു ഹൈ ജമ്പ്. സുഹാസ് യതിരാജ് ബാഡ് ആണെന്ന് ആലോചിക്കുക അല്ലേ, ബാഡ്മിൻ്റൺ. സിംഗരാജ് അദാന ഷൂട്ടിംഗ് ആണ്, ആനനെ ഷൂട്ട് ചെയ്യും. യോഗേഷ് ഗൗതൗനിയ ഡിസ്കസ് ത്രോ. അടുത്ത് നമുക്ക് വെങ്കലം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 6 വെങ്കലമാണ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. സുന്ദർ സിംഗ് ഗുജാറിന് കിട്ടിയിട്ടുണ്ട്. ജാവലിൻ ത്രോ ആണ് ഇവൻറ്റ്. അപ്പോൾ ജാറൊക്കെ ത്രോ ചെയ്തു അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ജാവലിൻ ആണെന്നും കൂടെ ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ സുന്ദർ സിംഗ് ഗുജാറിന് കിട്ടിയിട്ടുള്ളത് ജാവലിൻ ത്രോ ആണ്. ഹർവീന്ദർ സിംഗിന് കിട്ടിയിട്ടുള്ളത് ആർച്ചറിയാണ് കേട്ടോ. ഹർവീന്ദർ സിംഗിന് കിട്ടിയിട്ടുള്ളത് ആർച്ചറി. ഞാൻ എല്ലാത്തിനും കോഡ് വെച്ച് കണക്ട് ചെയ്യുന്നില്ല കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ജസ്റ്റ് ഒന്ന് കേട്ടു പോവാം. ഹർവീന്ദർ സിംഗ് ആർച്ചറി. മനോജ് സർക്കാർ ബാഡ്മിൻ്റൺ ആണ്. ഇതെല്ലാം വെങ്കലം കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ ശരത് കുമാറിന് കിട്ടിയിട്ടുള്ളത് ഹൈ ജമ്പ് ആണ്. ശരത് കുമാർ ഈവൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഹൈ ജമ്പ് ആണ്. അപ്പോൾ നമ്മളിവിടെ 4 പേരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 പേരെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ആരൊക്കെയാണ്? ആവ്നി ലഖേരയ്ക്ക് വെങ്കലം കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ല. ഈവൻ്റ് ഏതായിരുന്നു? ഷൂട്ടിംഗ് ആണ്. അതുപോലെ തന്നെ സിംഗരാജ് അദാനയ്ക്കും ഷൂട്ടിങ്ങിന് വെങ്കലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 6 വെങ്കലമാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 പോയിൻറ്റ്സും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറയാം. പാരാലിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സൊമേറ്റിയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചാരാൻ ചോദിക്കുകയാണെങ്കിൽ തേക്ചന്ദാണ്. സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചാരാൻ ചോദിക്കുകയാണെങ്കിൽ ആവ്നി ലഖേരയാണ്. അതുപോലെ തന്നെ ആവ്നി ലഖേരയ്ക്ക് ഗോൾഡും അതുപോലെ തന്നെ ബ്രോൺസും കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ആണ് ഈവൻ്റ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ടേബിൾ ടെന്നീസ് താരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ഭാവിന പട്ടേൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പട്ട വെച്ചിട്ടാണ് ടേബിൾ ഉണ്ടാക്കണേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. പഠിച്ചേക്കണം. ഭാവിന പട്ടേലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഓരോ ദിവസവും ഞാൻ പ്രിലിംസ് സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുക്കുക. എന്നാലായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുക. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.